മട്ടന്നൂർ നഗരസഭയിലെ മേറ്റടിയിലെ കെ ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയാൽ പഴയ പാട്ടുപെട്ടിയിലൂടെ ഓർമ്മകളുടെ പച്ചപുതച്ച ഒരുപിടി ഗാനങ്ങൾ ഒഴുകിയെത്തും. പാട്ടിൽ ലയിച്ച് വീട്ടിലെ ചെറു മ്യൂസിയത്തിലെത്തിയാൽ ഗൃഹാതുരത അമ്പരപ്പിന് വഴിമാറും. കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായ ശ്രീജിത്ത് സൂക്ഷിച്ചിരിക്കുന്നത് തലമുറകളുടെ ഹൃദയസ്പന്ദനങ്ങളാണ്. 10 വർഷമായി ശ്രീജിത്തിന് പഴമയോടുള്ള പ്രണയം തുടങ്ങിയിട്ട്. 70കൾ തൊട്ടുള്ള 150 കമ്പനികളുടെ ടേപ്പ് റെക്കോർഡ്, ആദ്യകാല ഗാനങ്ങൾ, മിമിക്സ് പരേഡ്, കവിത, ശബ്ദരേഖ, വിപ്ലവഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, 3000ഓളം കാസറ്റുകൾ, ജർമ്മൻ കമ്പനി ടെലിഫുങ്കണിന്റെ മരം കൊണ്ട് നിർമ്മിച്ച 70കളിലെ റേഡിയോ, കെൽട്രോൺ റേഡിയോ, സ്വിറ്റ്സർലാൻഡ് ഗ്രാമഫോൺ, അരിവാൾ ചുറ്റിക പതിച്ച സോവിയറ്റ് റഷ്യൻ ബൈനോക്കുലർ, ടൈപ്പ് റൈറ്റർ തുടങ്ങി നിരവധി കൗതുക കാഴ്ചകൾ ശ്രീജിത്തിന്റെ ശേഖരണത്തിലുണ്ട്. വലിച്ചെറിഞ്ഞതു മുതൽ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയതുവരെ ശ്രീജിത്തിന്റെ കയ്യിലെത്തിയാൽ പുതുപുത്തനാകും. കഴുകി തുടച്ച് ആവശ്യമുള്ള ഭാഗത്ത് പെയിന്റ് ചെയ്ത് ആവശ്യമായ റിപ്പയറിംഗ് നടത്തും. ഇവയുടെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും തേടി പിടിച്ചു കണ്ടെത്തും. കൊൽക്കത്ത വരെ പോയി സാധനങ്ങൾ ശേഖരിച്ചതായി ശ്രീജിത്ത് പറയുന്നു. ആദ്യമായിട്ട് എന്റെ ഫാദറുള്ള സമയത്ത് ഒരു ചെറിയൊരു ടൈപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് റെക്കോർഡർ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം അതുപോലത്തെ ഒരു ടൈപ്പ് റെക്കോർഡർ എനിക്കൊരു പഴയ വർക്ക് ചെയ്യാത്തൊന്ന് കിട്ടി. ആ ഒരു ടൈപ്പ് റെക്കോർഡർ ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്ത് അത് പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ ഈ ടൈപ്പ് റെക്കോർഡർ എനിക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനോട് പണ്ട് പോലെ ഒരു ടൈപ്പ് റെക്കോർഡിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് റെക്കോർഡ് വന്ന് അങ്ങനെ പിന്നെ വേറെ ഒന്ന് കാണുമ്പോൾ അങ്ങനെ ആളുകൾ സുഹൃത്തുക്കൾ അടുക്കി നമ്മളെ ഗ്രൂപ്പ് വഴിയൊക്കെ കളക്ട് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ ഇത്രയെണ്ണം ഉണ്ടായത്. ഇപ്പൊ ഏകദേശം 160ഓളം ടൈപ്പ് റെക്കോർഡുകൾ എൻ്റെ അടുക്കുണ്ട്. ഒട്ടുമിക്ക എണ്ണം ഒരു 90% വർക്ക് ചെയ്യുന്നതാണ്. വലിച്ചെറിഞ്ഞ ഡിഷ് ആന്റണിയുടെ സിഗ്നലുകൾ കണ്ടുപിടിച്ച് 5000 ചാനലുകളാണ് ടെലിവിഷനിൽ ഇപ്പോൾ ലഭിക്കുന്നത്. പലതും PHD ചാനലുകളാണെങ്കിലും 1 രൂപ പോലും ഇവയ്ക്കായി ചെലവഴിച്ചിട്ടില്ല. ആദ്യകാല റേഡിയോ ലൈസൻസുമുണ്ട് ശ്രീജിത്തിന്. ശ്രീജിത്തിന്റെ ശേഖരങ്ങളെക്കുറിച്ച് നാട്ടുകാരായ സുധാകരനും സജേഷും പറയുന്നത് ഇങ്ങനെ. പൊതുവെ ഒരു വാക്കുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ ശ്രീജിത്തിന്റെ ഈ ഒരു ശേഖരത്തിനിടയിൽ വന്നാൽ നമുക്ക് ആ വാക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കായി മാറുക. ഇവിടെ ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളുണ്ട്. നമ്മളൊക്കെ ഈ സാധനങ്ങളൊക്കെ ഓരോ സമയത്ത് കാലം മാറുന്നതനുസരിച്ച് ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് പുതിയ ഇനങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയത് വിസ്മൃതിയിലേക്ക് പോവുകയും നമ്മളത് ഓർമ്മ മാത്രമായിരിക്കും. പക്ഷെ ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ പുതുമയോടുകൂടി, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ പരിപാലിക്കുന്നു എന്നുള്ള, വെറുതെ പഴയ ശേഖരങ്ങൾ ഇവിടെ പഴയ സാധനങ്ങൾ ഇവിടെ നിക്ഷേപിച്ചു എന്നല്ല, അത് കൃത്യമായി പരിപാലിച്ചു പോവുക. ഇതിനകത്തുള്ള 90% ഉപകരണങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലാവും, ഒരുപാട് പണം മുതൽ മുടക്കുള്ള ഒരു സംഭവമാണ് ഇത്. പല ആൾക്കാരെടുക്കുന്ന വില കൊടുത്ത് ശേഖരിച്ചിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇതൊരു 2000-ന് ശേഷം ജനിച്ച അവർക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവും തോന്നുന്നില്ല. അവർക്കെല്ലാം ഒന്ന് കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്ന പ്രയത്നത്തിലാണ് ശ്രീജിത്ത് ഇപ്പോൾ ഉള്ളത്. മുഴുവൻ ഉപകരണങ്ങളുടെയും വർഷങ്ങൾ കണ്ടുപിടിച്ച് ക്രമപ്പെടുത്തലാണ് ശ്രീജിത്തിന്റെ അടുത്ത ലക്ഷ്യം. ഇളയ മകൻ 2ാം തരം വിദ്യാർത്ഥി ശ്രേയലാണ് പ്രധാന സഹായി. മട്ടന്നൂർ കോടതി ജീവനക്കാരിയായ ഭാര്യ സീമ പൂവാടനും +1 വിദ്യാർത്ഥിയായ മകൻ ശ്രീനന്ദുവും ശ്രീജിത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.